കാണുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഓർക്കുന്ന 2 ഡയലോഗുകളിലൊന്ന് കുളത്തിലേക്ക് ക്യാമറ ചാടട്ടെ എന്ന് പറയുന്ന പ്രശസ്തമായ ഡയലോഗ്. പക്ഷേ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അത് ഞങ്ങളുടെ സ്ലോഗൻസിൽ ഒന്നാണ്. ഇപ്പോൾ മുകേഷ് ഏട്ടൻ്റെ കമ്പിളിപ്പുതപ്പ് പോലെയൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ഒരു സാധനമാണ് ഈ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്ന പ്രയോഗം. അത് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചില സിറ്റുവേഷൻസിനെ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത് നമുക്കറിയാവുന്ന സിറ്റുവേഷനെ നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഡയലോഗായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നത് ഇപ്പോൾ മമ്മൂക്കയുടെ ഒപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്, സുരേഷ് ഏട്ടൻ്റെ ഒപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ചിന്താവിഷയ ശ്യാമള നൽകിയ ഒരു ഹൈപ്പില്ലേ, അതിപ്പോഴും ഈ മുഖത്തെ ശ്യാമളയായിട്ടല്ലേ പലരും കാണുന്നത്. അതെ, എന്നെ പലരും ശ്യാമള എന്ന് വിളിക്കും, ഞാനും തിരിഞ്ഞു നോക്കും. അത്രയ്ക്കും എനിക്കത് കണക്ട് ആയതാണ്. ഒരു കരിയറിൽ കുറേ പടങ്ങൾ ഇങ്ങനെ തുടരെ വന്നല്ലോ. തമിഴിൽ അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിലേക്ക് തിരിച്ചു വന്ന് ചാവേറിൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രൊജക്ട് ടിനു പറയുന്ന സമയത്ത് എന്താ അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തേ? ഞാൻ ആദ്യം ടിനുവിനോട് ചോദിച്ചത് വൈ മീ, അതാണ് ചോദിച്ചത്. അപ്പോൾ ടിനു പറഞ്ഞു, കുഞ്ചാക്കോ ബോബൻ റെഫർ ചെയ്തു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ചേച്ചിനോട് ചോദിക്കണമെന്ന്. ഇത് ഭയങ്കര ഒരു ഡെപ്ത് ഉള്ളതാണ്, പക്ഷെ അധികം ഉണ്ടാവില്ല, എന്നാൽ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ചേച്ചി ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കമ്പൽ ചെയ്യുന്നില്ല, ചേച്ചി ആലോചിച്ച് പറയൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ടീനുവിൻ്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അജഗജാന്ത്രം അത് ഭയങ്കര ആ മേക്കിംഗ് ഇല്ലേ, അങ്ങനത്തെ ഒരു മേക്കറിൻ്റെ കൂടെ ചെറിയ റോളായാലും വർക്ക് ചെയ്യാൻ എനിക്ക് പെട്ടെന്നൊരു അട്രാക്റ്റ് ആയി. അപ്പോൾ ടീനുവിനോട് സംസാരിച്ചതും ടീനുവിൻ്റെ അപ്രോച്ചും ആൻഡ് ഹിസ് വേ ഓഫ് മേക്കിംഗ്, അപ്പോൾ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ ആയിരുന്നു. അതിലൊരു പുതിയ കാലത്തെ സംവിധായകനെ കൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ ലെജൻസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടിനുവിൻ്റെ അപ്രോച്ചും ഇല്ലെങ്കിൽ ടിനുവിൻ്റെ സിനിമകളാണെന്ന സമയത്ത് ആ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ ഒരു പുതുമ ഉണ്ടായിരുന്നില്ലേ? അതെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്ത പഴയ ആ സ്റ്റൈലും ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ടീനു ഡിഫറെൻ്റ് ആണോ, സിസ്റ്റം ഡിഫറെൻ്റ് ആയോ ഒന്നും എനിക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്, ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് ഫ്രം ദാറ്റ്. എല്ലാവരും ചോദിക്കും ദളപതി വിജയെ കുറിച്ച്. അതെ, വിജയെ കുറിച്ചൊരു കമന്റ് കൂടെ പറഞ്ഞിട്ട് എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിജയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നിട്ടില്ല. ബട്ട് എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. വിജയൻ്റെ ഫാനാണ് ഞാൻ. സോ എനിക്കിഷ്ടം വിജയ് ആക്ട് ചെയ്യണം, വിജയന്റെ പടങ്ങൾ കാണണം, ആഗ്രഹമുണ്ട്. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ സൈക്കിളൊക്കെ എടുത്ത് പോകുന്ന വിഷ്വൽസ് ഒക്കെ ഞങ്ങൾ ഇവിടെ കാണുന്ന സമയത്ത് അയ്യോ ഇങ്ങനെ പോകുന്ന ഒരാളാണെന്ന് നമ്മൾ തോന്നില്ലേ? ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്മൾ വിജയുടെ പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 മണിക്കായാലും പുലർച്ചെ പോയി കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്തൊക്കെ വിജയെ കുറിച്ചുള്ളൊരു അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂടെ വിലയിരുത്തുമ്പോൾ എന്താ അഭിപ്രായം പറയാം? അല്ല, നമുക്ക് അത്ര ഒരു ഹൈറ്റിലുള്ള ഒരാൾ നമ്മളുടെ ഈക്വലായിട്ട് ഒരു സിമ്പിളായിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഇവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. സംഗീത, ശരിക്കും ഞാൻ പ്രധാനപ്പെട്ട ഒരാളുടെ കാര്യം ചോദിച്ചില്ല, ശ്രീനിവാസൻ സാറിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളി സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പടത്തിലേക്ക് വന്നു കഴിഞ്ഞ് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, പടം വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിയൊരു ഫീലില്ലേ, അതിനെ കുറിച്ചുകൂടെ പറയും. പടം ചെയ്യുമ്പോൾ ശ്രീനി സാറുടെ വാല്യൂ എനിക്കറിയാം, പക്ഷെ ശ്യാമളുടെ വാല്യൂ എനിക്കറിയില്ല. പടം ഇറങ്ങിയ ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ ഇനി അപ്പോൾ തൊട്ട് ഇനി എൻ്റെ ലൈഫ് എൻഡ് വരെ ഐ എം താങ്ക്ഫുൾ ടു ശ്രീനി സാർ, അത്രേ ഉള്ളൂ. ശ്രീനി സാർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സിനിമയിൽ ഐ മീൻ പ്രൊഫഷനിൽ എനിക്ക് വേറെ ആരും അങ്ങനെ ഒരു മെയിൻ പേഴ്സൺ ഇല്ല. ഞാൻ ഭയങ്കര ഫാമിലി മാത്രം, എനിക്ക് അധികം സർക്കിളില്ല. അപ്പോൾ പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ശ്രീനി സാറാണ് ടിൽ മൈ എൻഡ് ഐ വിൽ താങ്ക്. അടിപൊളി. ആ ക്യാരക്ടർ നമ്മുടെയും കൂടെയാണ്, എല്ലാവരുടെയും ആണ് അല്ലേ? ആ പടം ഭയങ്കര ഇത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ടാക്കിയൊരു പടം തന്നെയായിരുന്നു. ഹായ് അപർണ, തമിഴിൽ പോയിട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. ദാദയിലുണ്ട്, വിജയുടെ കാര്യം പറഞ്ഞപ്പോൾ ദാദയിലുണ്ട്, പിന്നെ ബീസ്റ്റിലുണ്ടായിരുന്നു. ഇവിടെ സീക്രട്ട് ഹോമിലാണ് ഞാൻ അവസാനം കണ്ടത്. പക്ഷെ സീക്രട്ട് എന്ന് പറഞ്ഞ വേറൊരു പടത്തിലുണ്ടല്ലേ, എസ്.എൻ. സ്വാമി സാർ ഡയറക്ട് ചെയ്ത ഫിലിം, അതിനകത്തുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല, ആ പടം കണ്ടില്ല. അത് ആക്ച്വലി തിയേറ്ററിക്കലി അങ്ങനെ വർക്ക് ആയില്ല. പക്ഷെ ലെജൻഡ് എസ്.എൻ. സ്വാമി സാറോടെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് അങ്ങനെ കുറച്ച് സാർ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുമ്പോൾ സാറിന്റെ ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം. അങ്ങനെ നമ്മൾ ഇപ്പൊ വിജയ് സാറ് കാര്യം പറഞ്ഞപ്പോഴും സാർ സിനിമ നിർത്താൻ പോവാന്ന് കേട്ടു. അത് എത്രത്തോളം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ തന്നെ, അത് സമ്മതിക്കില്ല ആൾക്കാര്, പക്ഷെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ തന്നെ നിർത്തുന്നതിന് മുമ്പ് സാറോട് ഒരു ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ
ദാദയിലും ബീസ്റ്റിലും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ, ഈ സീക്രട്ട് ഹോം എന്ന് പറയുന്ന പടം കാണുന്ന സമയത്ത് അതിന്റെ ഒരു കഥയൊക്കെ നിങ്ങളൊരു അന്വേഷണം പോലെയാണ് അതിനകത്ത്. അതിന്റെ കഥയിൽ പാർവതി ചേച്ചിയൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഉണ്ട്, അതിന്റെ കോർ എലമെന്റ് അതായിരുന്നു. അത്തരം ഒരു കഥയൊക്കെ ചില ധൈര്യങ്ങൾ വേണം കുറച്ചുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോ, ആ കഥ കേട്ടപ്പോ ആ ഒരു പോയിന്റ് കൂടെ കുറച്ച് സ്ട്രൈക്കിംഗ് ആയി തോന്നിയിരുന്നു. എന്താണ് അതിനകത്ത്? പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ ബേസിക്കലി. ഭയങ്കര നല്ലത് മാത്രമല്ല മോശവും നടക്കുന്നുണ്ട്. അപ്പം സിനിമ എന്ന് പറയുന്നത് നല്ലത് മാത്രം കാണിക്കുന്ന ഒരു മീഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ നല്ലത് മാത്രം കാണിക്കണം എന്നല്ല, രണ്ടും റിഫ്ലക്ട് ചെയ്യാം. നമ്മൾ ഓരോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. എൻ്റെതായ കുറച്ചൊരു കംഫർട്ടബിൾ സോൺ ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്ന എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം എന്നാണ്. അപ്പൊ അതിൽ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. അതെ. മാളവിക, എനിക്ക് തോന്നുന്നു പ്രകാശൻ പറക്കട്ടയിലുണ്ടായിരുന്നു. പറക്കട്ടെ എന്നായിരുന്നു. അതെ, നമ്മുടെ ദിലീഷ് ചേട്ടനൊക്കെ ഉള്ള പടം. അതേപോലെ ജോ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ട്, ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ വിക്കി നോക്കിയ സമയത്ത് കണ്ടായിരുന്നു. വിശേഷം പറയൂ, സിനിമ വിശേഷങ്ങൾ പറയൂ. ആനന്ദ് ശ്രീബാല പിന്നെ പറയാം, അത് കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന മൂവിയാണ് പ്രകാശം പറക്കട്ടെ. അത് ഞാൻ 11th ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 year ഒക്കെ കഴിഞ്ഞിട്ടാണ് ജോ ചെയ്തത്. പ്രകാശം പറക്കട്ടെ വർക്കായി, പക്ഷെ എൻ്റെ റോൾ അധികം വർക്കായിട്ടില്ല. പക്ഷെ ജോ നല്ല എന്നെ ആൾക്കാർ ആ ഒരു ഇതിലാണ് അറിയപ്പെട്ടത്. അതെ, ഇപ്പോഴും തിയേറ്ററായിട്ട് കേരളത്തിൽ അധികം അത് ഇതായില്ല. പക്ഷെ OTT വന്നപ്പം എല്ലാവരും കണ്ടു. പിന്നെ അത് സോങ്സ് നല്ല റീച്ചായി. അപ്പോൾ ഇപ്പോഴും നാട്ടിലാണെങ്കിലും ചിലവർ എന്നെ വന്നിട്ട്, ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ലൈക്ക് വന്നിട്ട് തമിഴല്ലേന്ന് ചോദിക്കും. സോ ജോന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ അറിയുന്നത്. സോ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇതാ നെക്സ്റ്റ് ആനന്ദ് ശ്രീബാല. ടോട്ടലി. ഇതിലെന്താണ് ആനന്ദ് ശ്രീബാലയില്? മാളവികയുടെ ക്യാരക്ടർ പറയാൻ പറ്റില്ല എന്നൊന്നുമില്ല, ബാക്കി എല്ലാവരുടെ ക്യാരക്ടറും പറയാം. അതെ, ആ ഒരു ക്ലൂ, അത്രയും ക്ലൂ നമുക്ക് തരാൻ പറ്റും. ഈ ഫിലിം പ്രൊമോഷൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമകൾക്കൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെ അതെ അതെ. ഞാൻ ജ്യോതിർമയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബോഗൻവില്ലയുടെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് സംസാരിക്കും എന്നുള്ളത് നമ്മുടെ ഭയങ്കര വിഷയമാണ്. ഈ കണ്ണില്ലേ, ഞാൻ ജാനകി അടുത്ത് കണ്ടു. അപ്പോഴത്തേക്ക് ഈ കണ്ണ് ഇങ്ങനെ ബൾബ് പോലെ ഇരിക്കുന്ന കണ്ണ് അടച്ചു പിടിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ചുരുക്കി പിടിച്ച് വെച്ചേക്കായിരുന്നു. എന്നിട്ട് അവസാനം ആ സീനിൽ വെടിപൊട്ടുമ്പോഴാണല്ലേ ബൾബ് കണ്ണിങ്ങനെ വരുന്നത്. ഈ കണ്ണ് ഭയങ്കര അട്രാക്ഷനാണ്. ഞങ്ങൾക്ക് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അറക്കൽ അബുവിന്റെ കണ്ണ് ഭീകരൻ, ഇവൻ ഭീകരൻ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ട്, പക്ഷെ പിന്നീട് നിങ്ങളെ ഒരു ഇന്നസെൻസ് ആണ് പലപ്പോഴും നമ്മളെ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ആ ഇന്നസെൻസ് ത്രൂ ഔട്ട് പല സിനിമകളിലും ഉപയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ കഥ പറയുന്ന സമയത്ത് ഈ സംവിധായകരൊക്കെ അറിഞ്ഞാണല്ലോ സംസാരിക്കുക. ആ ഒരു ഇന്നസെൻസിനെ പലപ്പോഴും റിവീൽ ചെയ്യുന്നത് പോലെ വില്ലത്തരത്തിനെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി വരേണ്ടതില്ലേ? കുറച്ചുകൂടെ വരണ്ടേ? ഡെഫിനറ്റ്ലി. ഞാൻ 5 പടത്തിൽ ഇതിനായിട്ടൊരു 5 പടത്തിൽ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിനകത്ത് ചില പടങ്ങളിൽ എനിക്ക് അഭിനയം ഞാൻ പഠിച്ചു വരുന്ന ഒരു സമയത്തായിരുന്നു അത് ചെയ്തത്. അപ്പൊ എത്രമാത്രം എനിക്ക് അന്നത്തെ 100% കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ഡെഫിനറ്റ്ലി ഇനി ഞാൻ വരുന്ന കുറച്ച് പടങ്ങളിൽ, കുറച്ചല്ല വരുന്ന 1-2 പടങ്ങളിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു വലിയ വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട്, കണ്ണിലുണ്ട്. അതെ. പക്ഷെ അത് എത്രമാത്രം വെച്ചാൽ എന്റെ ഉള്ളിൽ വില്ലൻ ഇല്ലാത്ത കാരണം എത്രമാത്രം എനിക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അഭിനയം നല്ലൊരു അഭിനേതാവാണെന്ന് ഈ അടുത്ത് തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇനിയിപ്പോ അത് പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഈ ഹരിഹരൻ സാറും അയൂഹത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒന്നും പറയാം. അല്ല, ഈ മയൂഹത്തിൽ ആക്ച്വലി ഫസ്റ്റ് ഹാഫ് നെഗറ്റീവ് ഷെയ്ഡാണ്. അതെ അതെ അതെ. സെക്കൻഡ് ഹാഫാണ് ഒരു റിബൽ ആറ്റിറ്റ്യൂഡാണ് നടത്തത്തിലൊക്കെ. അപ്പൊ ഇടയ്ക്കെങ്കിലും റീവിസിറ്റ് ചെയ്യണ്ട ആ പാട്ടൊക്കെ, ഈ പുഴയും കുളിർക്കാറ്റും ഒന്ന്. പാട്ടിടയ്ക്ക് ഈ നമ്മുടെ യൂട്യൂബ് എടുക്കുമ്പോഴേ ഈ സജസ്റ്റഡ് വീഡിയോസിൽ വരുമല്ലോ, അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടുകളെ കാണാറുണ്ട്. ഇപ്പോഴേക്കാളും കൂടുതൽ അത് മമതയാണല്ലോ പാടുന്നത്. ഞാൻ നടക്കുന്നതേ ഉള്ളൂ, മറ്റേ സ്റ്റീം എഞ്ചിൻ പോലെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതിനകത്തൊക്കെ ഞാൻ ലിപ്സിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലിപ്സിങ്ക് ചെയ്തതാണ് ഞാൻ കൂടുതൽ. പിന്നെ ഭയങ്കര ഭാഗ്യമായിരുന്നു, അതായത് യേശുദാസ് സാറും MG ശ്രീകുമാർ സാറും ജയേന്ദ്രൻ സാറും ഒക്കെ ആലോചിച്ച് ആ പാട്ടിൽ അഭിനയിക്കാൻ പറ്റിയല്ലോ. അത് ഫസ്റ്റ് പടത്തിൽ തന്നെ ഞാൻ തകർത്തു. ഒരു ക്ഷുഭിത യൗവനത്തെ വലിച്ചു വരിയിട്ടു.
അത് അടിപൊളിയായിരുന്നു. ഈ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആവർത്തന വിരസത തോന്നരുത്. ആട്3 എന്താ തുടങ്ങാൻ വൈകണേ? മിഥുന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആട്3 ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, എപ്പോ തുടങ്ങും? സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ആസ് ഓഫ് നോ ഇൻഫർമേഷൻ കിട്ടിയത് അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിൽ കാണുമെന്നുള്ളതാണ്. പക്ഷെ അത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അടുത്ത വർഷം എന്തായാലും ഷൂട്ടും കാണും, അടുത്ത വർഷം തന്നെ റിലീസും കാണും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. അതെ. സംഗീത, ശരിക്കും ഇടയ്ക്കൊരു പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറയുന്ന പടത്തിലെ ക്യാരക്ടർ, അത് ശരിക്കും ആ സിനിമയിലെ കുറച്ചൊരു സെന്റിമെന്റ്സ് പിടിച്ചു പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം അയാളുടെ ഒരു നടപ്പവും കാര്യങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അത്തരം പടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുഖം വേറൊരു തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ ഇടയ്ക്ക് ചില പടങ്ങളിൽ മാത്രമാണ് മാറ്റി ഉപയോഗിച്ചിട്ടുള്ളത്, പക്ഷെ കൂടുതൽ ടോണ് ആ തരത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആളുകളൊക്കെ കാണുമ്പോൾ അത്തരം ഒരു സ്നേഹവും കൂടെ കിട്ടുമോ? ആൾക്കാരുടെ മനസ്സിലാ ക്യാരക്ടേഴ്സിന് കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ശ്യാമള പോലെ തന്നെ. ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല ആ റോൾസ് എല്ലാം, എനിക്ക് കിട്ടിയതാണ്. നല്ല ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയതുകൊണ്ട് അതൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കര നമ്മളുടെ അടുത്ത് അവരുടെ വീട്ടിലത്തെ ഒരു സിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഒരാളായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ടാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഫാൻസ് എന്ന് പറയില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. സോ അത് ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ റോൾസ് ഐ ഡിഡ്. വാഴുന്നൂറിലും ക്രൈം ഫയലിലും ഒക്കെ സുരേഷ് ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ക്രൈം ഫയലിൽ സിസ്റ്റർ അമല എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു. മറ്റേ ക്യാരക്ടറിന്റെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. കാളിയാർച്ചനൊക്കെയുള്ള നമ്മൾ ഈ പോപ്പുലർ പേരുകളൊക്കെ ഇങ്ങനെ എന്തുകൊണ്ടും മനസ്സിൽ നിന്ന് മറക്കില്ലെന്ന് വെച്ചാൽ അത്രയും പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു ആ പടങ്ങൾക്കൊക്കെ. ആ പടം ചെയ്യുമ്പോഴൊക്കെയുള്ള അനുഭവങ്ങൾ പറയൂ, ഈ സുരേഷ് ഏട്ടനുമായിട്ടൊക്കെയുള്ള? അതിൽ ആക്ച്വലി സുരേഷ് സാറുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല. ബട്ട് ഞാൻ ഭയങ്കര മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മധു സാറുടെ കൂടെ വർക്ക് ചെയ്ത പടമാണ് അത്. അപ്പോൾ അതിൽ ഭയങ്കര ഡയലോഗ്സ് എല്ലാം എനിക്ക് മനസ്സിലാകാത്ത വേർഡ്സാണ്. ഇപ്പോഴെങ്കിലും കുറച്ച് മലയാളം എനിക്ക് കിട്ടും, അപ്പോൾ കിട്ടില്ല, മനസ്സിലാവില്ല. അതിൻ്റെ വേർഡ്സ് എല്ലാം ഭയങ്കര ടഫ് ഡിഫിക്കൽട്ട് വേർഡ്സാണ്. അപ്പോൾ ഓരോ വേർഡും അതിൻ്റെ മീനിങ് എല്ലാം ചോദിച്ച് ഞാൻ അങ്ങനെ പഠിച്ച് അങ്ങനെ പറഞ്ഞതാണ് ആ ഡയലോഗ്സ് ഒക്കെ. സോ ആ പടം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഈ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 92-ൽ നാടോടിയിലാണ് വരുന്നത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് മലയാളം മൂവി നാടോടിയാണ്. കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഐ തിങ്ക് ഹർദന. എനിക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് അനിയൻ ബാവ ചേട്ടൻ ഭാവയിലുണ്ടായിരുന്നു. പിന്നെന്താ സിംഹവാലൻ മേനൻ എന്നൊരു പടം ചെയ്തു, ജഗദീഷ് സർ, പിന്നെ ഉർവശി ചേച്ചി. ആ സമയത്ത് തമിഴില് പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, രണ്ടും കൂടെ അല്ലേ ചെയ്തു? ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. സോ ഗ്രാജുവലി ചൈൽഡ് ടു സിസ്റ്റർ, സിസ്റ്റർ ടു ലീഡ്, അങ്ങനെ മാറി. നാടോടിയിൽ സിസ്റ്റർ ആയിട്ടാണ്. ഈ പടത്തില് എന്താണ് പറയാൻ പറ്റുന്നത്, എന്താണെന്ന് പറയും? ഇത് ഞാൻ ഇതുവരെ ചെയ്യാത്ത റോളാണ്. പിന്നെ ഇതിലും ടൈറ്റിൽ റോളാണ്. പോലീസ് ഒഫീഷ്യലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഫിസിക്കിന് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആരും അപ്രോച്ച് ചെയ്യില്ല. പക്ഷെ ഇത് അങ്ങനെ കിട്ടി. സോ എല്ലാം കൂടി എന്താ പറയുക, ടീംലി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറച്ചുകൂടെ സജീവമാണ്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അതെ അതെ. ഇപ്പോൾ എനിക്കിനി നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ നോ പറയാതെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ എനിക്ക് ഓക്കെ പറയണം. അപ്പോൾ എല്ലാവരും വന്ന് വിളിക്കുക കേട്ടോ. ശരിയാണ്. സൈജു, ഈ പടത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സാധനമാണ്. ത്രില്ലേഴ്സൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ ഇങ്ങനെ കണ്ണുമിഴിച്ചിരിക്കും. അതിനകത്ത് ലോജിക്കലി ഒന്നും ചോദിക്കൊന്നുമില്ല. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ പടം കണ്ടോന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് പോയിക്കണമെന്ന് അഭിപ്രായം? പടം കണ്ടിട്ടില്ല. എന്റെ കഥാപാത്രം ഡിവൈഎസ്പി ശങ്കർദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഇപ്പം ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇത് പല ഇവന്റ്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ റീവിസിറ്റ് ചെയ്യുന്ന ഒരു ക്രൈം ബ്രാഞ്ച് ഡിവൈഎസ്പി ആണ്. ആ കേസ് എന്താണ് ആക്ച്വലി എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോകുന്നൊരു കഥാപാത്രമാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ആ ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമ. ഈ ജോണറിന് ഇതാണ് ഒരു കുഴപ്പം. അതെ, ഇത്രയും പറയാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും സെയിം വേർഡ്സ് തന്നെ. ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ, ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ്. ഗൂ കാണുന്ന സമയത്ത് ഗൂവിലെ ആ ഒരു അച്ഛൻ ക്യാരക്ടർ ഉണ്ട്. ഗൂ ക്യാരക്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു നറേഷൻ കേൾക്കുന്ന സമയത്ത് സൈജുവിന്റെ മനസ്സിൽ എന്തായിരുന്നു? വ്യത്യസ്തമായ കഥയായിട്ട് ഫീൽ ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും സിനിമയ്ക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമാവാൻ എന്താണ് എനിക്കൊരു ചാൻസ് ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ അതായിരുന്നു എന്നെ എക്സൈറ്റ് ചെയ്തത്. ഇൻഫാക്ട് ഹൊറർ മൂഡിലുള്ള പടങ്ങളൊന്നും അതുവരെയും ചെയ്തിട്ടില്ലായിരുന്നു. ഗൂ ആയിരിക്കും ഫസ്റ്റ്
ഞാൻ അറ്റംപ്റ്റ് ചെയ്തൊരു ഹൊറർ ജോണർ. ബട്ട് ഇയാളുടെ കഥാപാത്രം ഈ ഹൊറർ എന്താണ് നമ്മളോട് ഐ മീൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കണ്ട് പേടിക്കുന്നത് അല്ല കേട്ട് പേടിക്കുന്നത്, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഇതിനെ ഈ ഹൊറർ എലിമെന്റിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അതായത് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ ത്രൂ ആണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് പറയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ പെണ്ണുങ്ങൾ മുടി ചീവി കഴിയുമ്പോഴത്തേക്കും കുറച്ച് മുടിയൊക്കെ ഈ ഇതിൽ വരുമല്ലോ, ചീപ്പയിൽ വരുമല്ലോ. ഇത് കളയുന്നതിന് മുമ്പ് തുപ്പിയിട്ട് കളയാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ദോഷം എന്ന് പറയും. പക്ഷെ ഇത് ദോഷത്തിന്റെ അല്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒരു ഹെവിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കളഞ്ഞാൽ ഇത് പറന്ന് അവിടെയൊക്കെ പോകും. തുപ്പിയിട്ട് കളഞ്ഞാൽ അത് ഒരിടത്ത് പോയി സെറ്റിൽ ആവും. അതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യമല്ല, ഒരു എക്സാമ്പിൾ അതിന് ബാലൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ എല്ലാം കൊണ്ടും എനിക്ക് ഒരു നല്ല സിനിമയായിരിക്കും എന്നുള്ള ഒരു ഫീൽ കിട്ടി എനിക്ക്. സോ അതാണ്. പിന്നെ മനു ഓഫ് കോഴ്സ്, മനു ദ വേ ഹി നരേറ്റഡ്, ആ ഒരു നരേഷനിൽ തന്നെ പുള്ളിയുടെ മൊത്തം മേക്കിങ്ങിന്റെ ഒരു ഇത് നമുക്ക്, ഞാൻ ഒരുപാട് കഥ കേൾക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ചിലർ ഒട്ടും കഥ പറയാൻ അറിയില്ല, പക്ഷെ നല്ല മേക്കേഴ്സ് ആയിരിക്കും. ചിലർ നല്ലപോലെ കഥ പറയും, പക്ഷെ അത്ര നല്ല മേക്കേഴ്സ് ആയിരിക്കില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കഥയായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതിപ്പം എന്നോട് എങ്ങനെ പറഞ്ഞാലും, മോശമായിട്ട് പറഞ്ഞാലും നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഈ കഥ എന്താണെന്നുള്ളത്. നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എലിമെന്റ് ഫീൽ ചെയ്താൽ നമുക്ക് പിന്നെ സ്ക്രിപ്റ്റിലേക്ക് പോകും. സ്ക്രിപ്റ്റിൽ പിന്നെ ആ പ്രശ്നമില്ല. ഇത് ഒന്നിലല്ല, ഞാൻ മിക്കവാറും വായിച്ച് കേൾക്കാറാ പതിവ്. വായിച്ച് കേൾക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും കഥ പറയുന്നതിനേക്കാളും. ഇത് അപ്പം ആ പ്ലോട്ടാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. ആ പ്ലോട്ട് കേട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ, വിൽ സിറ്റ് ഓൺ ദ സ്ക്രിപ്റ്റ്. മൊത്തത്തിൽ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എന്താണ് എലാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു നറേറ്റീവ് ആയിരുന്നു, നറേഷൻ ആയിരുന്നു മനു എനിക്ക് തന്നത്. സോ വേറെ ഒന്നും എനിക്ക് എന്താണ് അത് ഐ ഷുഡ് ഡു ദിസ് മൂവി എന്നുള്ളതായിരുന്നു. ആ ടൈമിൽ അത്തരം ചില പടങ്ങളൊക്കെ വിജയിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാന്താരയും പിന്നെ നമ്മളിവിടെ കുമാരിയൊക്കെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും കൂടെ ഉണ്ടായിരുന്നു. അപർണ ഇതേപോലെ കഥ കേൾക്കുമ്പോൾ സ്ട്രൈക്കിംഗ് ആയിട്ട് വരാറുണ്ടെങ്കിലും ഒരു സാധ്യത മാത്രമാണോ ഇപ്പോഴും നോക്കണത്? കഥയൊക്കെ കൃത്യമായിട്ട് കേട്ടൊക്കെ തന്നെയാണോ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യണത്? ഒരു പരിധി വരെ നമുക്ക് വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ് എൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നല്ല കഥയും അതുപോലെ നല്ല ക്യാരക്ടറും എന്നുണ്ടാവും. ഇപ്പം ആക്ച്വലി എൻ്റെ ക്യാരക്ടർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള കാര്യം ഞാൻ നോക്കാറുണ്ട്. ഫസ്റ്റ് ഏതെങ്കിലും സിനിമയിൽ ചാൻസ് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉറപ്പായിട്ടും സിനിമയിൽ കയറുന്ന സമയത്ത് അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പം കുറച്ച് സിനിമകൾ ചെയ്തു അതിന് ശേഷം ഇനിയും നമുക്ക് ആ ഒരു ചെറിയ ചാൻസ് എന്നുള്ള രീതിയിലല്ലാതെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ ഈ ക്യാരക്ടറും ഓർത്തിരിക്കണം, അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ ഒരു ഭാഗം ആവണം എന്ന് ചിന്തിച്ചാണ് ഇപ്പം ചൂസ് ചെയ്തത്. അതാണ് ഒരു ചേഞ്ച്. ചാൻസ് ചോദിക്കൽ ശക്തമായിട്ട് നടക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും വെച്ചാൽ ഞാനിങ്ങനെ നടന്ന് ചാൻസ് ചോദിക്കാറില്ല. അത് അങ്ങനെ ആഗ്രഹം, ഐ മീൻ അങ്ങനെയല്ല, ആഗ്രഹമുണ്ട്. എല്ലാ ഡയറക്ടർമാരെ കാണുമ്പോഴും പോയി അടുത്ത പടത്തിൽ ചാൻസ് തരണം നമ്മുടെ ഉള്ളിൽ പറയുമെങ്കിലും പോയി അങ്ങനെ ചോദിക്കാൻ ഒരു ചമ്മലൊക്കെ ഉണ്ടാവും. ആക്ച്വലി മൊബൈലിൽ കൂടെയാണ് കൂടുതൽ കാണുമ്പോൾ ഇടയ്ക്ക് പറയും. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാലേ അല്ല കാണുമ്പോഴത്തേക്കില്ലേ ഹലോ സർ, അല്ലെ ഇപ്പം കൂടുതലും യങ്സ്റ്റേഴ്സ് ആണല്ലോ. അപ്പൊ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോഴത്തേക്കും അവരുടെ നാച്ചുറലി നമുക്ക് അവരുടെ പേരുകൾ അറിയാം. ഇപ്പൊ നമ്മള് അസോസിയേറ്റ് ചെയ്യാത്ത പടങ്ങളുടെ ഡയറക്ടേഴ്സിനെ കാണുമ്പോഴത്തേക്കും അപ്പൊ അവരുടെ ചെന്നിട്ട് ഹലോ പറയും. എന്നിട്ട് വളരെ ഇതായിട്ട് അടുത്ത പടത്തിലല്ലെങ്കിൽ വേറെ പടത്തിൽ. അതെ, സൈജു ചേട്ടനൊക്കെ ചിലപ്പോ ഇങ്ങനെ പറയാലോ, നമുക്കിനി പറഞ്ഞ ഒരുമിച്ച്. അപ്പൊ അവരും ചിന്തിക്കും ആ സൈജു കുറുപ്പിന്റെ ഡേറ്റ് കിട്ടി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അങ്ങനെ ആഭരണദാസിന്റെ ഡേറ്റ് കിട്ടിയെന്ന് ചിന്തിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് ഇഷ്ടംപോലെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. ഇതിനകത്ത് എന്നെ റിജക്ട് ചെയ്ത് എത്രയോ. പക്ഷെ എന്നാലും ചാൻസ് ചോദിക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ. എന്തെങ്കിലും ഇപ്പൊ അഭിലാഷനോടൊക്കെ ചോദിക്കാമല്ലോ, അടുത്ത പടത്തിൽ ഞാനില്ലേ, അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ളവരോട് നമുക്ക്. മിഥുൻ മേനോൻ, തോമസ്, അഭിലാഷ് പിള്ള ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവരോടൊക്കെ നമുക്ക് ധൈര്യമായിട്ട്. ഇപ്പം ഓസ്ലറിൽ ഞാൻ ചാൻസ് ചോദിച്ച് കയറിയതാണ്. ഐ മീൻ ഞാൻ എന്റെ പ്രശ്നം പറഞ്ഞു, എനിക്ക് എല്ലാം ലീഡ് റോളാണ് വരുന്നത്, എനിക്ക് സപ്പോർട്ടിംഗ് റോള് വരുന്നില്ല ഇതിനെ. അപ്പം എനിക്ക് അടുത്ത പടം, അപ്പൊ അന്ന് ഓസ്ലറാണെന്ന് എനിക്കറിയില്ല. അടുത്ത പടത്തില് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചേട്ടാ നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനെന്ന് പറഞ്ഞു. അപ്പൊ ചാൻസ് ചോദിച്ചിട്ടാണ്, ചാൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ പുള്ളി അപ്പൊ പറഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല നിങ്ങളത് റിയലൈസ് ചെയ്തല്ലോ,
അതാണ് ആ ഇതും ചെയ്യണമെന്നുള്ളത് റിയലൈസ് ചെയ്ത് നിങ്ങൾ വിളിച്ചു. അതാണ് നിങ്ങൾ ബുദ്ധിമാനെന്ന് ഞാൻ പറഞ്ഞത്. അല്ല ബുദ്ധിയായിരിക്കാം, പക്ഷെ എല്ലാം വേണമല്ലോ. അതെ അതെ. ലീഡ് എന്ന് പറഞ്ഞൊരു വലിയ വണ്ടിയാണ്. ഇത് ബ്രേക്ക് ഡൗൺ ആയെന്നുള്ള പാരലായിട്ട് ഈ നമ്മുടെ മറ്റേ വണ്ടി കാറ് ഇല്ലെങ്കിൽ മൂവി ഇല്ല. നല്ല ബുദ്ധിമാനാണ്. അപ്പൊ സൈജുന് കുറച്ച് ബുദ്ധി കൂടുതലാണ്. നിങ്ങൾ ബുദ്ധിപരമായി കഥ പറയണം കേട്ടോ. പക്ഷെ കൊതിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഇല്ലേ, ഇപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പോഴും ആവർത്തിക്കുന്നത് ആടിന്റെ കാര്യമൊക്കെ, അതേപോലെ കൊതിക്കുന്ന ചില ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അത്തരം പടങ്ങളിലേക്ക് ഭാഗമാവാറുമുണ്ട്. ഇപ്പോഴും സൈജുവിന്റെ മനസ്സ് ഇങ്ങനെ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടാവില്ലേ, ഒരു ക്രേവ് ഉണ്ടാവില്ലേ? രജനീഷ് ഒരു 5 വർഷം 6 വർഷം മുമ്പ് ആണ് ഈ ചോദ്യം ചോദിച്ചെങ്കിൽ ഞാൻ ഒരുപാട് ആക്ടേഴ്സ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ, ഓരോ സിനിമ ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അതിൻ്റെ അകത്ത് ഫിൽട്ടർ ചെയ്ത് നല്ല ക്യാരക്ടർ ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് ചോദിക്കുകയാണ്, ഇനിയിപ്പം അങ്ങനത്തെ ഏതെങ്കിലും ക്യാരക്ടർ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പം പറയണത് ഇപ്പം ആടിലെ അറക്കലപ്പ് അതെനിക്ക് 3ാമത്തെ പ്രാവശ്യം എനിക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്, ദൈവാധീനം. എനിക്ക് വെടിവഴിപാടിലെ സഞ്ജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് അതുപോലത്തെ ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഷിബു വള്ളാനി പോലത്തെ ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. ഭീമാപ്പള്ളി നൗഷാദ് പോലത്തെ ക്യാരക്ടർ, പ്രസന്നൻ, ജോണി പെരുങ്ങോടൻ, സംയുക്തൻ, അങ്ങനെ പിന്നെ അജയൻ മാളയപ്പുറത്തിലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പോട്ടെ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് ജയ് മഹേന്ദ്രനിലെ അല്ലെങ്കിൽ ഭരതനാട്യത്തിലെ ശശിധരൻ നായർ. അപ്പൊ ഇതൊക്കെ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അന്താക്ഷരിയിലെ അടിപൊളി, അതെ, ദാസൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്റെ പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഒന്ന് അത് തന്നെയല്ല ഞാൻ പറഞ്ഞത്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ എനിക്ക് എന്നെ ഇപ്പോഴും എക്സൈറ്റ് ചെയ്യാറുണ്ട്. ജാനകി, ഗുണ്ട ജയൻ, there are a lot of characters which I want to revisit and അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഗുണ്ടജയൻ പോലെയുള്ള പേരുകളില്ലേ, അത് അറക്കല പോലെ ഹിറ്റായ പേരാണ്. ഗുണ്ടജയൻ പോലത്തുള്ളത് ടൈറ്റിലായിട്ട് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടും, ആ പേരും കുറച്ചുകൂടെ വലുതാകും. ഇപ്പൊ ജാനകി ഒരു അതിൻ്റെ അകത്ത് നവീകൃത ക്യാരക്ടറിന്റെ പേരാണ് ജാനകി. അപ്പം അത് അത്യാവശ്യം പോപ്പുലറാണ്. ചിലത് ടൈറ്റിൽ വന്നത് കൊണ്ടുള്ളൊരു മഹേന്ദ്രൻ, ജയ് മഹേന്ദ്രൻ എന്നാണ് ആ വെബ് സീരീസിന്റെ ടൈറ്റിൽ. സോ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ആ ക്യാരക്ടറിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയുള്ള. നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും. അതുപോലെ ആനന്ദ് ശ്രീബാല ടൈറ്റിലാണ് അർജുൻ ചെയ്യുന്ന ക്യാരക്ടർ. അത് പടം കാണുമ്പോ വീണ്ടും പ്രശ്നം, അതും പിന്നെ സമ്മതിക്കില്ല. ഇതാണ് പ്രശ്നം കേട്ടോ. ത്രില്ലറിനകത്തൊരു ത്രില്ലർ അങ്ങനെ എന്തൊക്കെയാ പ്രശ്നം ഫേസ് ചെയ്യുന്നത്? സംഭവം പിടികിട്ടിയല്ലോ. എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ പൊട്ടം കളിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് തെലുങ്കിൽ പടം ചെയ്യുന്നുണ്ടോ? തെലുങ്കിൽ ഇപ്പൊ നല്ല സ്പേസ് ഉള്ള ക്യാരക്ടറാണോ? അതെ, നല്ല നമുക്ക് നല്ല പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറാണ്. ഞാൻ ഇപ്പം ജോവും പ്രകാശം പറക്കട്ടൊക്കെ ചെയ്തത് കംപ്ലീറ്റ്ലി ഡിഫറെന്റാ. അതെടുക്കാനുള്ള മെയിൻ റീസണും അതാണ്. സംതിങ് ലൈക്ക് ഡിഫറെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് ആണ്. എനിക്ക് പറ്റുമോന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ടുള്ള പോലത്തെ ഒരു ഇതാണ്. പിന്നെ അങ്ങനെ